ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തിടുക. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൽപ്പുളി ചേർത്ത് കൊടുക്കേണ്ട ഒരു പിടി. പിന്നെ അത് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, 5-10 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. സവാള കുഞ്ഞാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് കടുകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നന്നായി ഒന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുഞ്ഞാക്കി അരിഞ്ഞ് വെച്ചേക്കണ സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് അതൊന്ന് നന്നായി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കണേ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം, നല്ലതായിരിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ചധികം വെള്ളം പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവസാനം അത് വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. എന്നിട്ട് അതിലേക്ക് ഒരച്ച്, നല്ല വലിയ അച്ചാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പകുതി ശർക്കരയും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിച്ചൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ഓണത്തിനൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ.